പാകിസ്ഥാന്റെ തടവിലായ വൈമാനികൻ അഭിനന്ദൻ വർദ്ധമാൻ ഇന്ന് മോചിതനാകും. വാഗ അതിർത്തിയിലെത്തിക്കുന്ന അദ്ദേഹത്തെ രാജ്യത്തേക്ക് ഇന്ത്യൻ വ്യോമസേനാ സംഘം സ്വീകരിക്കും. ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിനും കടുത്ത സമ്മർദ്ദത്തിനും വഴിപ്പെട്ട് ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡറെ വിട്ടയക്കാൻ ഇന്നലെയാണ് പാകിസ്ഥാൻ തീരുമാനിച്ചത്. ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ഇന്നലെ വിളിച്ചു ചേർത്തിരുന്നു. ഈ സമ്മേളനത്തിനിടെ തീർത്തും അപ്രതീക്ഷിതമായാണ് ഇന്ത്യൻ വിംഗ് കമാൻഡറെ തിരിച്ചയക്കുമെന്ന കാര്യം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പ്രഖ്യാപിച്ചത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ആദ്യ ചുവടുവയ്പ്പെന്ന നിലയിലാണ് അഭിനന്ദനെ തിരിച്ചയക്കുന്നതെന്നും മേഖലയിൽ സമാധാനം നിലനിൽക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും ഇമ്രാൻഖാൻ പ്രസംഗത്തിനിടെ ആവശ്യപ്പെടുകയും ചെയ്തു. നിലവിലെ സംഘർഷത്തിന് അയവ് വരുത്താൻ തയ്യാറാകുന്ന പക്ഷം മാത്രമേ അഭിനന്ദനെ വിട്ടയക്കുന്ന കാര്യം പരിഗണിക്കൂ എന്ന മുൻ നിലപാട് തിരുത്തിയാണ് വൈമാനികന്റെ മോചനം പാകിസ്ഥാൻ പ്രഖ്യാപിച്ചത്. ഒരു ബാധയുമില്ലാതെ വിംഗ് കമാൻഡർ അഭിനന്ദനെ വിട്ടയക്കണമെന്നായിരുന്നു ഇന്ത്യയുടെ ആവശ്യം. ഇക്കാര്യം നയതന്ത്ര മാർഗത്തിൽ പാകിസ്ഥാനെ ഇന്ത്യ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് വൈകിട്ടോടെ അഭിനന്ദൻ വർദ്ധമാനെ വാഗ അതിർത്തിയിൽ കൈമാറുമെന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ നൽകിയിട്ടുള്ള സന്ദേശം. വ്യോമസേനയുടെ പ്രത്യേക സംഘം അഭിനന്ദൻ വർദ്ധമാനെ സ്വീകരിക്കും. വൈമാനികന്റെ മാതാപിതാക്കളടക്കം ബന്ധുക്കളും വാഗ അതിർത്തിയിൽ എത്തിയിട്ടുണ്ട്. വർദ്ധമാനെ സ്വീകരിക്കുന്ന സംഘത്തിന്റെ ഭാഗമാകാൻ പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് താൽപര്യം വ്യക്തമാക്കി. ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്ന അഭിനന്ദൻ വർദ്ധമാൻ പ്രതിരോധ മന്ത്രി, വ്യോമസേനാ മേധാവി അടക്കമുള്ളവരെ ഡൽഹിയിൽ സന്ദർശിക്കും. വർദ്ധമാനെ പ്രധാനമന്ത്രിയും കാണുമെന്നാണ് സൂചന. 24 ഡൽഹി. ഫ്ലവേഴ്സും ഫ്ലവേഴ്സ് ഗ്രൂപ്പിലെ വാർത്താ ചാനൽ 24ഉം ഫ്രീ ടെലിവിഷൻ ചാനലുകളാണ്. ലഭിക്കുന്നില്ല എങ്കിൽ ചോദിച്ചു വാങ്ങുക.